വിശദമായ വാർത്തകളിലേക്ക്. സോളാർ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി നുണ പറഞ്ഞതായി കമ്മീഷന്റെ സ്ഥിരീകരണം. മുഖ്യമന്ത്രിയെ വീണ്ടും വിസ്തരിക്കണമെന്ന ലോയേഴ്സ് യൂണിയന്റെ ഹർജി പരിഗണിക്കവെയാണ് മുഖ്യമന്ത്രി നുണ പറഞ്ഞതായുള്ള കമ്മീഷന്റെ സ്ഥിരീകരണം. സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ തന്നെ വിളിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയത്. എന്നാൽ ഫെനി മുഖ്യമന്ത്രിയെ വിളിച്ചതിന്റെ രേഖകൾ കമ്മീഷന്റെ പക്കലുണ്ടെന്ന് ജസ്റ്റിസ് ശിവരാജൻ വ്യക്തമാക്കി. എന്തിനു നുണ പറഞ്ഞുവെന്ന് മുഖ്യമന്ത്രിയെ ഇപ്പോൾ വിളിച്ചു ചോദിക്കണോ എന്നും കമ്മീഷൻ ചോദിച്ചു. ഹർജി കമ്മീഷൻ പിന്നീട് പരിഗണിക്കും. ഇപ്പോൾ വിവരങ്ങളുമായി KG ദിനകർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ദിനകർ, നിർണായകമായ വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു സോളാർ കമ്മീഷന്റെ സിറ്റിംഗ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്നതിനുള്ള സ്ഥിരീകരണമാണ് ഇന്ന് കോടതി മുറിക്കുള്ളിൽ നിന്ന് വന്നത്. എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, മുഖ്യമന്ത്രിയെ വീണ്ടും വിസ്തരിക്കണമെന്ന ഹർജിയാണ് ഇന്ന് കമ്മീഷൻ പരിഗണിച്ചത്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനാണ് ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചിരുന്നത്. മുഖ്യമന്ത്രി വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ലോയേഴ്സ് യൂണിയന്റെ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയാണ് ഇന്ന് പരിഗണിച്ചത്. ഇത് പരിഗണിക്കുന്ന വേളയിലാണ് കമ്മീഷൻ ചോദിച്ചത്, മുഖ്യമന്ത്രി ഉടൻ തന്നെ വിസ്തരിക്കേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ചാണ് വാദം നടന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഗുരുതരമായ ഒരു നുണയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കാരണം ഫെനി ബാലകൃഷ്ണനെ വിളിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ അത് കള്ളമാണെന്ന് പിന്നീട് രേഖകളിൽ നിന്ന് തെളിഞ്ഞു എന്ന് ലോയേഴ്സ് യൂണിയൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് കമ്മീഷൻ പരാമർശിച്ചത്. അതായത് മുഖ്യമന്ത്രിയെ ഫെനി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയെ വിളിച്ചതിന്റെ രേഖകൾ ഇവിടെ തന്നെ ഉണ്ട്. ആ സാഹചര്യത്തിൽ എന്തിനാണ് കള്ളം പറഞ്ഞത് എന്ന് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചു ചോദിക്കേണ്ടതുണ്ടോ? അതായത് നിരവധി ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഇനിയും വിസ്തരിക്കാനുണ്ട്, കൂടുതൽ തെളിവുകളും ശേഖരിക്കാനുണ്ട്. ഈ സാഹചര്യത്തിൽ വിസ്തരിച്ചവരെ ഇനിയും വിസ്തരിക്കണമെങ്കിൽ അത് അവരെ വിളിക്കാനുള്ള അധികാരം കമ്മീഷനുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയെയും വിസ്തരിച്ചാൽ പോരെ എന്നായിരുന്നു കമ്മീഷൻ ചോദിച്ചത്. എന്നാൽ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി ഉടൻ തന്നെ വിസ്തരിക്കണമെന്നായിരുന്നു ലോയേഴ്സ് യൂണിയന്റെ ആവശ്യം. ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ അറിയിച്ചത് ഉടൻ വിസ്തരിക്കണം എന്ന ആവശ്യത്തിനോട് എതിർക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ അറിയിച്ചത്. സർക്കാരും ഇതേ വിയോജിപ്പ് തന്നെ അറിയിച്ചു. ഉടൻ വിസ്തരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സർക്കാരും മുഖ്യമന്ത്രിയുടെ അഭിഭാഷകനും സ്വീകരിച്ചത്. എന്തായാലും നമ്മൾ കാണേണ്ടത് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്ന കാര്യം കമ്മീഷൻ തന്നെ ഇവിടെ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. കാരണം കമ്മീഷൻ തന്നെയാണ് വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയെ ഫെനി ബാലകൃഷ്ണൻ വിളിച്ചതിന്റെ രേഖകൾ ഇവിടെയുണ്ട് എന്ന കമ്മീഷൻ തന്നെ പറയുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ഒരുപക്ഷെ വീണ്ടും വിസ്തരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം ഇപ്പോൾ ഉടനില്ലെങ്കിൽ തന്നെയും ആവശ്യമെങ്കിൽ വീണ്ടും വിസ്തരിക്കാനുള്ള അധികാരം കമ്മീഷന് ഉണ്ട് എന്ന് കമ്മീഷൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്തത്. അജിംഷാദ്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കള്ളം പറഞ്ഞു എന്ന് ബോധ്യമാകുന്നു കമ്മീഷന്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഉമേഷ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. JNU ഉത്തരാഖണ്ഡ് വിഷയങ്ങളിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. കനയ്യകുമാർ അടക്കമുള്ള വിദ്യാർത്ഥികൾക്കെതിരെ JNU നടപടിയെടുത്തതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് ഇടതുപക്ഷം കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ കാഴ്ചക്കാരായി പാർലമെന്റിന് നോക്കി നിൽക്കാനാകില്ലെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. അതേസമയം ഉത്തരാഖണ്ഡ് സർക്കാർ പിരിച്ചുവിട്ടതിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ രണ്ടാം ദിവസവും സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. പലതവണ രാജ്യസഭ നിർത്തിവെച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് ഇന്ന് രാജ്യസഭയിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾ? അജിംഷാദ്, അഫ്സൽ ഗുരു അനുസ്മരണത്തിന്റെ പേരിൽ കനയ്യകുമാർ, ഉമർ ഖാലിദ് തുടങ്ങിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള JNU അധികൃതരുടെ തീരുമാനം രാജ്യസഭയെ ഇന്ന് ഏറെ പ്രക്ഷുബ്ധമാക്കി. ചോദ്യോത്തര വേള നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPIയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ എതിർത്തു. സ്വയംഭരണ അവകാശമുള്ള ഒരു സർവകലാശാല അതിലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം പാർലമെന്റിൽ ചർച്ച ചെയ്യാനാകില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് D. രാജ കുറ്റപ്പെടുത്തി. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ പാർലമെന്റിനാകില്ലെന്ന് സീതാറാം യെച്ചൂരിയും പറഞ്ഞു. ഇതിനിടയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്നും ഉത്തരാഖണ്ഡ് വിഷയത്തിൽ കോൺഗ്രസ് രാജ്യസഭാ നടപടികൾ തടസ്സപ്പെടുത്തി. കോൺഗ്രസ് നിയോഗിച്ച ഉത്തരാഖണ്ഡ് സ്പീക്കർ MLA മാർ അവിശ്വാസം രേഖപ്പെടുത്തിയത് അംഗീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്ന് അരുൺ ജെയ്റ്റ്ലി ഇതിനിടയിൽ കുറ്റപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഈ പ്രസ്താവനയിൽ പ്രകോപിതരായ കോൺഗ്രസ് അംഗങ്ങൾ പ്രസ്താവനയ്ക്കെതിരെ രാജ്യസഭയുടെ നടുത്തളത്തിലിറങ്ങി. പലതവണ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെച്ചു. അതേസമയം ഈ സ്പീക്കർ ഇപ്പോൾ 2 മണിക്ക് വീണ്ടും ചേർന്നിരിക്കുകയാണ്. ഉത്തരാഖണ്ഡ് വിഷയം കോൺഗ്രസ് ഇപ്പോൾ രാജ്യസഭയിൽ അവതരിപ്പിക്കുകയാണ്. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്.
ഒറ്റ വാർത്തയിലേക്ക്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറുമായി പാക് വിദേശകാര്യ സെക്രട്ടറി ചർച്ച നടത്തി. കശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പാക് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ഹാർട്ട് ഓഫ് ഏഷ്യ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായാണ് പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൗധരി ദില്ലിയിലെത്തിയത്. 3 മാസത്തിന് ശേഷമാണ് ഇന്ത്യ പാക് നയതന്ത്ര ചർച്ച നടക്കുന്നത്. എറണാകുളം പുല്ലേപ്പടിയിൽ 10 വയസ്സുകാരൻ കുത്തേറ്റ് മരിച്ചു. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ക്രിസ്റ്റി ജോണാണ് മരിച്ചത്. രാവിലെ 6:30 പാൽ വാങ്ങാനായി കടയിൽ പോയി വരികയായിരുന്നു. ക്രിസ്റ്റിയെ അയൽവാസിയായ പൊന്നശ്ശേരി അജി ദേവസിയാണ് കുത്തിയത്. ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് അറിയിച്ചു. രാവിലെ 7 മണിയോടെയാണ് നാടിനെ നടുക്കി ആരുംകൊല നടന്നത്. വീടിന് സമീപമുള്ള കടയിൽ നിന്നും പാൽ വാങ്ങി മടങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിച്ചി ജോൺ. അയൽവാസിയായ അജി കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ചേർത്ത് നിർത്തി കഴുത്തിൽ തുടരെ കുത്തുകയായിരുന്നു. കുട്ടിയുടെ കഴുത്തിൽ 17 കുത്തുകളേറ്റു. കുത്തേറ്റ് വീണ കുട്ടിയെ മാതാപിതാക്കൾ തന്നെയാണ് ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയിലെത്തും മുമ്പേ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ക്രൂരമായ കൊലപാതകം നടത്തിയ അജി കുട്ടിയുടെ അയൽവാസിയാണ്. മാനസിക രോഗിയാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. എന്നാൽ ഇയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നും മുൻപും അക്രമ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. കൈകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് സ്നേഹപൂർവ്വം പിടിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ടുണ്ട് ഈ കൊച്ചു മറിഞ്ഞ് താഴേക്ക് വീണ് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കുത്തണമായിട്ട് കാണുന്നത്. കുത്തണമായിട്ട് കണ്ടപ്പോഴാണ് ഇവൻ കുത്തണയുള്ളതെന്നൊരു ഇങ്ങനെ തോന്നിയത്. വേഗം ഞാൻ ഒച്ചെടുത്തു. ആ സമയം ഇതുകൊണ്ട് ആരും അങ്ങനെ പുറത്തുണ്ടായിരുന്നില്ല. കൊലയ്ക്ക് പിന്നിൽ മുൻവൈരാഗ്യമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിക്കെതിരെ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഇയാളെ പോലീസ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് അയച്ചെങ്കിലും അടുത്തിടെ വീട്ടിൽ മടങ്ങിയെത്തി. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും കൊലപാതക കാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ MP ദിനേശ് പറഞ്ഞു. പുറത്ത് പോയിട്ടെന്ന് പറഞ്ഞെങ്കിൽ ചെറിയ വീട്ടിലേക്കുള്ള അത്യാവശ്യ ഗ്രോസറീസ് മേടിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളിയെ വട്ടം ചുറ്റി ഈ ചെറിയ കുട്ടീനെ മാരകമായിട്ട് കുത്തുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. കുട്ടിയുടെ മൃതദേഹം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അരുംകൊലയുടെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. PSC പരീക്ഷയിൽ മലയാളം ഒഴിവാക്കിയ സംഭവത്തിൽ PSC ചെയർമാനെതിരെ ഡോക്ടർ K ജയകുമാർ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം അവശ്യ യോഗ്യതയാക്കണമെന്ന് ഡോക്ടർ K ജയകുമാർ ആവശ്യപ്പെട്ടു. മലയാളത്തോടുള്ള വിവേചനം പ്രതിഷേധാർഹമാണെന്നും അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളമേ ആവശ്യമില്ലെന്ന വ്യവസ്ഥ യുക്തിരഹിതമാണെന്നും ജയകുമാർ പറഞ്ഞു. ജയകുമാർ PSC ചെയർമാൻ അയച്ച കത്തിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. മെയ് 24 നടക്കുന്ന സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം ഒഴിവാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. PSC തീരുമാനത്തിനെതിരെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി. PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണനെ മലയാളം സർവകലാശാല വൈസ് ചാൻസലറും കവിയുമായ ഡോക്ടർ K ജയകുമാർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം അവശ്യ യോഗ്യതയാക്കണമെന്നാവശ്യപ്പെട്ട് K ജയകുമാർ PSC ചെയർമാൻ അയച്ച കത്തിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. മലയാളത്തോടുള്ള വിവേചനം പ്രതിഷേധാർഹമാണ്. ഇക്കാര്യത്തിൽ അടിയന്തര തിരുത്തൽ നടപടികൾ ഉണ്ടാകണം. അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളമേ ആവശ്യമില്ലെന്ന വ്യവസ്ഥ യുക്തിരഹിതമാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മലയാള ഭാഷ ഒഴിവാക്കിയുള്ള പരീക്ഷ നടത്താൻ അനുവദിക്കില്ലെന്ന് എഴുത്തുകാരൻ KP രാമനുണ്ണി പറഞ്ഞു. ഈ വരുന്ന സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തന്നെ മലയാളത്തോടു കൂടി മാത്രമേ പരീക്ഷ നടത്താൻ പാടൂ. അങ്ങനെ നടത്താതെ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നൊരു നിലപാടെടുക്കാനാണ് ഐക്യമലയാള പ്രസ്ഥാനവും പിന്നെ മലയാളത്തെ സ്നേഹിക്കുന്നവരും ഒക്കെ ആ ഒരു നിലപാടാണ് എടുക്കുന്നത്. PSC ചെയർമാന്റെ മലയാള വിരുദ്ധ നിലപാടിനെതിരെ അശോകൻ ചെരുവിൽ ഉൾപ്പെടെയുള്ള PSC അംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. രാവിലെ 11 മണിക്കാണ് ഫലപ്രഖ്യാപനം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ചേരുന്ന SSLC പരീക്ഷാ ബോർഡ് യോഗം ഫലത്തിന് അന്തിമ അംഗീകാരം നൽകും. മാർച്ച് 9 മുതൽ 23 വരെയായി നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 1 ആരംഭിച്ച് 16 പൂർത്തിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഫലപ്രഖ്യാപനത്തിലെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനായി മികവുറ്റ സാങ്കേതിക സംവിധാനമാണ് ഇത്തവണ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിച്ചത്. ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ച ആളുടെ പിന്നിലിരുന്ന് സഞ്ചരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പിഴയടച്ചു. 100 രൂപയാണ് പിഴ ഈടാക്കിയത്. ബൈക്ക് ഓടിച്ചയാളാണ് പിഴയടച്ചത്. ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചയാളുടെ പിറകിലിരുന്ന് ഉള്ള ചെന്നിത്തലയുടെ യാത്ര
മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് വിവാദമായത്. ഇപ്പോൾ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, നേരത്തെ തന്നെ ഈ ദൃശ്യങ്ങൾ സഹിതം വിവാദമായിരുന്നു. രമേശ് ചെന്നിത്തല പിൻസീറ്റിലിരുന്ന് ഹെൽമറ്റ് ധരിക്കാതെ ഓടിക്കുന്ന ആളുടെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നത്. ഇതിലാണോ പിഴയടച്ചത്? രമേശ് ചെന്നിത്തലയാണോ പിഴയടച്ചത്? അജിൻഷാദ്, കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്റെ മണ്ഡലമായ ഹരിപ്പാടിന്റെ തീരദേശ മേഖലയിൽ ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തിയുടെ പുറകിലിരുന്ന് വോട്ട് ചോദിച്ച് നടന്നത്. ഇത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് വാഹനം ഓടിച്ച ഗോകുൽ എന്ന വ്യക്തിയെ കൊണ്ട് CA 100 രൂപ പിഴ അടപ്പിച്ചത്. വരും ദിവസങ്ങളിൽ ഇത് നിയമ നടപടിക്കൊക്കെയുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നിന്നും തലയൂരുന്നതിന് വേണ്ടിയിട്ട് പിഴ അടയ്ക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. 100 രൂപയാണ് CA ഓഫീസിലെത്തി പിഴയായി അടച്ചിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോലീസ് നിരന്തരം ഹെൽമറ്റ് വേട്ടയും മറ്റും നടത്തുമ്പോഴാണ് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി, അതും ഹെൽമറ്റ് ഇല്ലാത്ത വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ട് ഇപ്പോൾ തന്റെ ബൈക്ക് പിടിച്ചിരുന്ന വ്യക്തിയെ കൊണ്ട് പണമടപ്പിച്ചത്. ഗോകുൽ എന്ന വ്യക്തിയാണ് പണമടച്ചിരിക്കുന്നത്. അദ്ദേഹമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വാഹനം ഓടിച്ചിരുന്നത്. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതും മറ്റും കടുത്ത ശിക്ഷയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമുള്ള സംസ്ഥാനത്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ അതിന്റെ പിൻസീറ്റിൽ യാത്ര ചെയ്തത്. ഇത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഇപ്പോൾ പിഴയടച്ച് തലയൂരാൻ തയ്യാറായിരിക്കുന്നത്. കേരളത്തിലെ എരുമകളിൽ വന്ധ്യത കൂടുന്നു. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ചില പ്രധാന പ്രശ്നങ്ങളാണെങ്കിലും ശാസ്ത്രീയ പരിപാലനത്തിലൂടെ ഇവയെ ഒഴിവാക്കാൻ കർഷകർക്ക് സാധിക്കും. എരുമകളിലെ വന്ധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പശുക്കളുടേതിൽ നിന്ന് വ്യത്യസ്തമായ ശാരീരിക സ്വഭാവ പ്രത്യേകതകളുള്ള മൃഗമാണ് എരുമയെന്ന് കർഷകർ മനസ്സിലാക്കിയിരിക്കണം. എരുമകളിൽ കിടാരികളിൽ മതിചക്രം 18 മുതൽ 20 ദിവസവും അമ്മമാരിൽ 20 മുതൽ 24 ദിവസവുമാണ്. മതിസമയം 18 മുതൽ 24 മണിക്കൂർ ആയിരിക്കും. മതിയുടെ പുറം ലക്ഷണങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുകയില്ല. പശുക്കളിൽ മതിയുടെ മുഖ്യലക്ഷണമായി നാം കാണുന്ന മറ്റു പശുക്കളുടെ പുറത്തു കയറുന്ന സ്വഭാവം എരുമകൾ കാണിക്കുക പതിവില്ല. എന്നാൽ മതിയിലുള്ള എരുമകൾ പോത്തുകളെ മേലിൽ കയറാൻ അനുവദിക്കുന്നു. മതിയലല്ലെങ്കിൽ ഇതൊരിക്കലും അനുവദിക്കുകയുമില്ല. പാൽ കുറയുക, കരച്ചിൽ, പതിവില്ലാതെ ഓട്ടവും ചാട്ടവും, ഇടവിട്ട് കുറഞ്ഞ അളവിൽ മൂത്രമൊഴിക്കൽ, ഈറ്റത്തിൽ തടിപ്പ്, തെളിഞ്ഞ മാച്ചുപോകൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിച്ചേക്കാം. കൃത്യമായ നിരീക്ഷണത്തിലൂടെ മാത്രമേ എരുമകളിലെ മതിസമയം തിരിച്ചറിയാൻ കഴിയൂ. നല്ല തീറ്റക്രമം അനുവർത്തിച്ചാൽ 30 മുതൽ 36 മാസം പ്രായത്തിൽ ആദ്യ മതിലക്ഷണം കാണിക്കുന്നു. ഈ സമയം 300 കിലോഗ്രാം വരെ തൂക്കവും എത്തും. കുത്തിവയ്പ് സംബന്ധിച്ച അബദ്ധധാരണകൾ പുലർത്തുന്ന രീതികൾ, കാര്യങ്ങൾ പഠിച്ച് മാറ്റിയെടുക്കണം. ബീജാധാനത്തിനു ശേഷം വെള്ളം നൽകരുത്. ബീജാധാനത്തിന് മുൻപ് വെള്ളവും തീറ്റയും നൽകരുത്. ബീജാധാനത്തിന് ശേഷം എരുമ കിടക്കരുത്, മൂത്രമൊഴിക്കരുത് തുടങ്ങിയ പല ധാരണകളുമുണ്ട്. എന്നാൽ ഇവയ്ക്കൊന്നും ശാസ്ത്രീയ അടിത്തറയില്ല. എന്നാൽ ബീജാധാനത്തിനായി ഏറെ ദൂരം ഓടിച്ചു കൊണ്ടുവരിക, അടിക്കുക, വേദന നൽകുക തുടങ്ങിയ പ്രവൃത്തികൾ ഗർഭധാരണ സാധ്യത കുറയ്ക്കുന്നു. എരുമ കർഷകർ മതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ച് മതി കണ്ട ദിവസം, ലക്ഷണങ്ങൾ തുടങ്ങിയ ദിവസം, അവസാനിച്ച സമയം തുടങ്ങിയ വിവരങ്ങളും കുത്തിവയ്പുമായി ബന്ധപ്പെട്ട തീയതികളും കൃത്യമായി എഴുതി സൂക്ഷിക്കുന്നത് ഏറെ സഹായകമാകും. ന്യൂസ് ഡെസ്ക്. കേരളത്തിൽ അനുഭവപ്പെടുന്ന കൊടും ചൂട് വരും ദിവസങ്ങളിൽ തുടരും. അടുത്ത 2 ആഴ്ചയും താപനില കൂടുതലായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. എൽനിനോ പ്രതിഭാസമാണ് സംസ്ഥാനത്ത് ചൂട് കൂടാൻ കാരണം. സംസ്ഥാനത്ത് ഈ വർഷം ആദ്യം മുതൽ തുടങ്ങിയ വൻ ചൂട് അനുദിനം വർദ്ധിച്ച് ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. എൽനിനോ പ്രതിഭാസമാണ് ചൂട് കൂടാൻ കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ സന്തോഷ് പറയുന്നു. പസഫിക് സമുദ്രത്തിലെ അസാധാരണമായ താപനമാണ് എൽനിനോ. ഇതുമൂലം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരണ്ട കാറ്റാണ് എത്തിച്ചേരുന്നത്. ഈ വരണ്ട കാറ്റ് മൂലം മഴ കുറയുന്നു. മഴ നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് താപനില ഇത്രയധികം ഉയരുന്നത്. ഇപ്പോൾ തന്നെ 56% മഴ കുറവാണ്. മെയ് ആദ്യവാരത്തിന് ശേഷമേ വേനൽ മഴയും ശക്തമാകാൻ സാധ്യതയുള്ളൂ. അതുവരെ ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കും. കർണാടകയിൽ നിന്നും വീശുന്ന വരണ്ട കാറ്റിനെ തുടർന്ന് മേഘങ്ങൾ കുറയുന്നതും വേനൽ മഴ കുറയാൻ കാരണമാകുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. തീരത്തിന് സമാന്തരമായി വീശുന്ന ഈ വരണ്ട കാറ്റാണ് കടലിൽ നിന്നും തണുത്ത കാറ്റ് കരയിലേക്ക് എത്തുന്നതിന് വിഘാതമാവുന്നത്. കേരളത്തിൽ ചൂട് കൂടുന്നതിന് ഇതും ഒരു കാരണമാണ്.
ദീർഘകാല ശരാശരിയിൽ നിന്ന് 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂട്. പാലക്കാട് ഇക്കഴിഞ്ഞ ഏപ്രിൽ 20-നാണ് ഈ സീസണിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത്, 41.1 ഡിഗ്രി സെൽഷ്യസ്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രിയാണ് കൂടിയ ചൂട്. തെക്കൻ ജില്ലകളിൽ നിലവിൽ താരതമ്യേന ചൂട് കുറവാണെങ്കിലും ഇനിയും ചൂട് കൂടിയേക്കും. അതായത് നഗര ഗ്രാമ ദേശവ്യത്യാസമില്ലാതെ വരും ദിനങ്ങളിലും കേരളം കൊടും ചൂടിൽ വലയും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.